ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരു കുടുംബത്തെ മുഴുവൻ കാണാതായി. എന്നാൽ ആശുപത്രികളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ നിന്ന് അവരെക്കുറിച്ച് വിവരം കിട്ടാത്ത ആളുകൾ കൂട്ടമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേപ്പാടിയിലെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിറയെ അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ അരുൺ, നമ്മുടെ മുന്നിലേക്ക് വന്ന കണക്കുകളൊന്നും ആയിരിക്കില്ല യഥാർത്ഥ കണക്ക് എന്ന തോന്നലാണിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അതിനൊരു കാരണവുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഉറ്റവരെ കാണാതെ നിൽക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ ഉറ്റവരെ തേടിയെത്തി അവരെവിടെയാണ് എന്ന് പല ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും വിവരങ്ങളൊന്നും ലഭിക്കാതെ നിൽക്കുന്ന മനുഷ്യരാണ് ഇവിടെ കൂടുതലായും ഉള്ളത്. ഇവിടെ എല്ലായിടങ്ങളിലും മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങളിലുമെല്ലാം അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ തന്നെ നമ്മൾ നേരത്തെ ഒരു കുടുംബത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ആ കുടുംബത്തിൻ്റെ ദൃശ്യവും നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഷഫീന എന്ന ഷഫ്നയ്ക്കൊപ്പം ഷഫ്നയുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ കാണാതായി. വോളണ്ടിയേഴ്സ് എല്ലാ ആശുപത്രികളിലും തെരഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ തെരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തുറന്നിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എവിടെയെങ്കിലും ഇവരുണ്ടോ എന്നതറിയാനാണ് ആ ചിത്രങ്ങൾ ഫ്ലാഷ് ചെയ്യാൻ അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ നമ്മളോടിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പേരുകൾ ഇങ്ങനെയാണ്: ഷഫീന എന്ന ഷബ്ന, ഭർത്താവ് ഉനൈസ്, ഭർത്താവിൻ്റെ ഉമ്മയുണ്ട്, പ്രായമായ ഉമ്മയാണ്, ഉമ്മയുടെ പേരറിയില്ല, ഉമ്മയുടെ ചിത്രം നമ്മൾ നൽകുന്നുണ്ട്. മകൾ നജ ഫാത്തിമ +1 വിദ്യാർത്ഥിയാണ്, മകൻ അമീൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇവർ വെള്ളാർമലയിൽ പുഴയോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ ഭാഗത്തേക്ക് പോയി നോക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഡോക്ടർ അരുൺ. ആ ഭാഗത്ത് രക്ഷാപ്രവർത്തനവും നടത്തുന്നതിനായി ആർക്കും എത്തിച്ചേരാൻ കഴിയാത്ത ഭാഗത്താണ് ഈ വീടിരിക്കുന്നത്. പുഴയോട് ചേർന്നായിരുന്നു ഈ വീട്. ഈ വീടടക്കം ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി മാറി ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അവിടെ തെരയാൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രികളിലടക്കം തെരച്ചിൽ നടത്തിയെങ്കിലും ആശുപത്രികളിൽ ഒരിടത്തുനിന്ന് പോലും ഈ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഷഫ്നയും കുടുംബവും എവിടെയാണ്, ഷഫീന എന്ന ഷഫ്നയും കുടുംബവും എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ആശ്രയം തേടി നമ്മളിലേക്ക് വന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ, അവരുടെ ചിത്രങ്ങൾ കൊടുത്ത് അവരെ കണ്ടെത്തി തരണം എന്ന അഭ്യർത്ഥനയാണ് അവർ റിപ്പോർട്ടറിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. 5 ആശുപത്രികളിലില്ല, ക്യാമ്പുകളിലില്ല, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങളിലില്ല. എല്ലായിടത്തും അവർ തിരഞ്ഞു. മകനോട് സാദൃശ്യമുള്ള 6ാം ക്ലാസ്സുകാരൻ അമിനോട് സാദൃശ്യമുള്ള ഒരു മൃതദേഹം. ഓക്കെ, ആ പേരുകൾ കൂടി കൊടുക്കാം ഡോക്ടർ അരുൺ. ഷഫീന എന്ന ഷപ്ന, ഭർത്താവ് ഉനൈസ്, ഭർത്താവിൻ്റെ ഉമ്മ പ്രായമായ ഒരു ഉമ്മയാണ്, ഉമ്മയുടെ പേരറിയില്ല. മകൾ നജ ഫാത്തിമ +1 പഠിക്കുന്ന കുട്ടിയാണ്. മകൻ അമീൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വെള്ളാർമലയുടെ ഭാഗത്ത് പുഴയോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയില്ല. ആശുപത്രികളിലോ ക്യാമ്പുകളിലോ ഇവർ ചെന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ വോളണ്ടിയേഴ്സും എല്ലായിടത്തും തെരച്ചിൽ നടത്തിയിട്ട് നമ്മളെ അറിയിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ 2 പേരുടെ ഭാര്യ സഹോദരിയുടെ കുടുംബത്തിലെ 9 പേരെ കാണാതായി. അതിൽ 2 പേരുടെ മൃതദേഹം കിട്ടി. ബാക്കി 7 പേരുടെ വിവരങ്ങളില്ല എന്നാണ് ഇപ്പോൾ ജയേഷ് അറിയിക്കുന്നത്. 2 പേരുടെ, ഭാസ്കരൻ, വിജയൻ എന്നിങ്ങനെ 2 പേരുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചു. ബാലചന്ദ്രൻ, അജിത, ഷീബ, ശകുന്തള, അനുശ്രീ, സൗഗന്ധിക, അമ്പാടി, ഇങ്ങനെ 7 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതിൽ അമ്പാടി കുഞ്ഞാണ്, 2 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിൻ്റെ പ്രായം. 2 വയസ്സുള്ള കുഞ്ഞടക്കം പല പ്രായത്തിൽപ്പെട്ട ആളുകളെയാണ് ആ കുടുംബത്തിൽ നിന്ന് ഇനി കണ്ടെത്താനുള്ളത്. ബാലചന്ദ്രൻ, അജിത, ഷീബ, ശകുന്തള, അനുശ്രീ, സൗഗന്ധിക, അമ്പാടി, ഈ കുടുംബത്തിലെ 2 പേരുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് കരുതുന്നു. ജയേഷ്, ഇദ്ദേഹമാണ് ജയേഷ്. എവിടെ നിന്നാണ് മറ്റ് 2 പേരുടെ മൃതദേഹം കിട്ടിയത്? അത് നമ്മുടെ ഈ ഉരുൾപൊട്ടിയതിൻ്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ താഴെയായിട്ടാണ് നമ്മുടെ സ്കൂൾ ഉള്ളത്. ആ സ്കൂളിനോട് ചേർന്ന്, ആ ഭിത്തിക്ക് ചേർന്നിട്ടാണ് ഈ 2 ബോഡിയും കിട്ടിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഈ വൈകിട്ട് വരെ ഏകദേശം അവിടെ ചുരുളമല തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുന്ന് വിളി വന്നത്, ഭാസ്കരൻ്റെയും വിജയൻ്റെയും ബോഡി ഏകദേശം കിട്ടിയിട്ടുണ്ടെന്ന് വന്ന് തിരിച്ചറിയണമെന്ന് പറഞ്ഞു. നമ്മൾ പോയപ്പോൾ ശരിയാണ്, ഭാസ്കരൻ്റെയും വിജയൻ്റെയും മാത്രമല്ല, ഏകദേശം ആ പ്രദേശത്തുള്ള ഒരു 10ഓളം ഡെഡ് ബോഡി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെ. പക്ഷേ കുഞ്ഞു മോൻ്റെ ഒന്നും എവിടെ കണ്ടെത്തിയിട്ടില്ല. അവർ ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അവിടെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം രാത്രിയാണ് ഉറങ്ങുക. 1:30 മണിക്കാണ് ഫസ്റ്റ് പൊട്ടുന്നത്. ആ 1:30 മണിക്ക് പൊട്ടുമെന്ന് പറഞ്ഞത് ഈ പുഴ സൈഡിലൂടെയാണ് ആ പൊട്ടി വരുന്നത്. ആ പുഴ സൈഡിലാണ് ഇവരെ വീടൊക്കെ ഉള്ളത്. ഞങ്ങൾ താമസിക്കുന്നത് ഈ പുഴേൻ്റെ റോഡിൻ്റെ മുകൾവശത്തായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. വലിയൊരു ശബ്ദം കേട്ടു 1:30 മണിക്ക്. ആ ശബ്ദം കേട്ട് ഞങ്ങൾ എല്ലാ വീട്ടുകാരൊക്കെ കരഞ്ഞ് പുറത്തേക്ക് ടോർച്ചടിച്ച് നോക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡുള്ളതിൽ കൂടെ പുഴയായിട്ട് ഒഴുകുക. അപ്പോൾ തന്നെ എല്ലാവരും കുന്നുംപുറത്ത് കയറ്റി. അങ്ങനെ താഴത്തെ വീട്ടുകാർ കുറച്ചാളൊക്കെ ഞങ്ങൾ തന്നെ ഇപ്പുറം കിടത്തി വിട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ട വീട്ടിലൊരു 2 നില വീടുണ്ടായിരുന്നു, പണിതീരാത്ത വീടാണ്. എല്ലാ കുടുംബങ്ങളും അവിടെ കയറിയിരിക്കുന്ന സമയത്താണ് 3:30 മണിക്കാണ് വീണ്ടും ഞങ്ങളെ കൺമുന്നിൽ കൂടെ അടുത്ത പൊട്ട് വരുന്നത്. അതാണ് ഏറ്റവും വലിയ പൊട്ട്. അതാണ് അത് നേരത്തെ ഉരുൾ പൊട്ടിയതിൻ്റെ മുകൾ ഭാഗത്താണ്, കൂടുതൽ ശക്തിയിലായിരുന്നു. നല്ല ശക്തിയില്ല. ആ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും വന്നത്.
വന്ന് പറഞ്ഞാൽ വലിയ വലിയ പാറകളെല്ലാം വന്ന് നമ്മളെ വീട് ഞങ്ങൾ ലൈവ് കാണി ഞങ്ങളെ വീടുകളെല്ലാം മൊത്തം ഇടിച്ചുകൊണ്ട് പോണത്. ആ പുഴയോരത്ത് ഇപ്പോൾ ഈ ചൂരൽമലയുടെ തീരത്തായിട്ടുള്ള താഴെയായിട്ടുള്ള വീടുകളാണോ ഇതല്ല? താഴെ മുകളിലും റോഡിൻ്റെ താഴെ മുകളിലുള്ള ഒരു വീടും അവിടെ അവശേഷിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അവിടെ പോയി തിരയാൻ പറ്റിയോ? പിന്നെ അവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ രാവിലെ മുതൽ ഏകദേശം 4 മണി വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ടീമംഗങ്ങളൊക്കെ ഉണ്ട്, തിരയുന്നുണ്ട്. കുറേ ഡെഡ് ബോഡികൾ ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചാലിയാറിൽ നിന്ന് 26ഓളം ബോഡി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെ കുടുംബങ്ങളിൽ അതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങളിവിടെ. എത്ര പേര് അവിടെ പുഴയോരത്ത് ചേട്ടൻ്റെ ഫാമിലിയിലെ പെട്ട എത്ര പേരുണ്ടായിരുന്നു? 10 ആൾ പോയിട്ടുണ്ട്. അതിലൊരു പേര് ഞാൻ പറയാൻ വിട്ടു. ഈ വിജയൻ ഇപ്പോൾ ഇവിടെ കിടക്കും. ഭാസ്കരനും ഏട്ടനും അനിയനാണ്. ഒരു വിജയൻ്റെ മോനും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിഖിൽ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ കോഴിക്കോട് ഐ.ടിയിലൊക്കെ പഠിക്കുന്നതാണ്. ആ മോന് മിസ്സാണ് അവിടുന്ന്. അവൻ്റെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അവിടെ മലപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയിട്ടുള്ള മൃതദേഹങ്ങളിലുണ്ടോ? അവിടെ തിരയാൻ പറ്റിയായിരുന്നോ? അല്ല, ഇനിയിപ്പോൾ ആ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ആ വീടുണ്ടായ ആ പ്രദേശം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എവിടെയൊക്കെ ഏതൊക്കെ വീടുണ്ടായിരുന്നു ആ ഒരു കണ്ടീഷനിലാണ് കിടക്കുന്നത്. പുഴ ശരിക്കും ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ പുറകുവശത്ത് കൂടെ പോയ പുഴയാണ്. നമ്മുടെ വീടിൻ്റെ ദിശ മാറി വന്നിട്ടാണ് ഇത് ഇടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അവിടെ എത്ര വീടുകളുണ്ടായിരുന്നു ഉദ്ദേശം? ഏകദേശം 200 ചില്ലാൻ ഞങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്ത് തന്നെ 200 ചില്ലാൻ വീടുകളുണ്ട്. ഒരു വീട്ടിലൊരു ശരാശരി 4 പേരെങ്കിലും ഉണ്ടാവും. അതിൽ കുറച്ച് ആളുകളൊക്കെ ഏകദേശം ആ ഫസ്റ്റത്തെ പൊട്ടിൽ തന്നെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ 6 ആളുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ഹൗസ് തൊട്ടടുത്താണ്. അവിടെ ഏകദേശം 6-7 ഉണ്ട്, കുഞ്ഞു മക്കളടക്കം. അവരൊക്കെ ഈ ഫസ്റ്റ് പൊട്ടിൽ തന്നെ ഞങ്ങൾ ഇവരൊക്കെ രക്ഷിച്ചു, മുകളിൽ കയറ്റി റിസെപ്റ്റ് ആക്കി. പക്ഷേ അപ്പുറത്തുള്ള കുടുംബങ്ങളിൽ ഈ ഫസ്റ്റ് വന്ന വെള്ളത്തിൽ പെട്ടവരെന്നെ ഒഴുകി പോകുന്നതനുസരിച്ച് ഓരോരുത്തർ കരക്കടിച്ച് ഞങ്ങൾ കുറേ ആളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ആ രണ്ടാമത്തെ പൊട്ടിലാണ് ഇവർ കുറേ കുടുംബങ്ങൾ ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഇനി പൊട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം വന്ന പൊട്ടിലൂടെയാണ് ഈ ബാക്കിയുള്ള ആളുകളൊക്കെ. ഇരുനില വീടുകളൊക്കെ ഒലിച്ചു പോയി. ഒരു ഏകദേശം 2 നില വീടുകൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ. ഇപ്പോൾ അവിടെ അവരെ തറ പോലും കാണാം. പുഴയോട് തീരത്തോട്ട് ഇറക്കി വെച്ചിരുന്നാണോ അതോ മുകളിലുള്ളത്? മുകളിൽ തന്നെയുള്ളത്. അത് പുഴ കിടക്കുന്നത് ഏകദേശം ഒരു 200 മീറ്റർ പുറകിലായിട്ടാണ് പുഴ കിടക്കുന്നത്. പക്ഷേ ഈ പുഴ വന്നിട്ട് കുത്തി മുകളിലേക്ക് ഒലിച്ച് കരയിലേക്ക് ഒരു 200-300 മീറ്റർ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കയറിയെങ്കിൽ മാത്രമേ ഇത്രയും വീടുകൾ അടിച്ചുകൊണ്ട് പോകാൻ കഴിയൂ. അപ്പോൾ ചേട്ടൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരു 200 വീടെങ്കിലും പോയിട്ടുണ്ടാവും. ചൂരൽമലയുടെ താഴ്വാരം. ചൂരൽമലയിൽ ഈ ചൂരൽമല എന്ന് പറഞ്ഞ ഞങ്ങളെ വെള്ളർമല വില്ലേജാണ്. അതിൽ ഈ ചൂരൽമല ഹൈസ്കൂൾ റോഡ് എന്നാണ് പറയുക മെയിനായിട്ട്. ഇത് മുണ്ടക്കായ് പ്രദേശത്തു നിന്നാണ് പൊട്ടി വന്നിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ അവിടെ കണ്ടമാനം വീട് ഞങ്ങൾ അവിടെ എത്താനൊന്നും പറ്റിയിട്ടില്ല. എത്രമാത്രം വീടുകൾ ഞാനിപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ എസ്റ്റേറ്റിൻ്റെ ഒരു ഫാക്ടറി. പേരെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഏകദേശം ഞങ്ങൾ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വയം ആ ഉരുൾപൊട്ടൽ ഫസ്റ്റ് കണ്ട ആ സമയത്ത് ഫ്രണ്ടിലേക്ക് എണിച്ച് നോക്കുന്ന കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ആ കുടുംബങ്ങളൊക്കെ കാണുന്നവർ മാറിയാൽ ഏകദേശം ഒരു 50-60 ആളോളം ഞങ്ങൾ അവിടെ തന്നെ മാറിയിട്ടുണ്ട്. ആ പൊട്ടിയ സ്പോട്ടിൽ വെച്ച് ഞങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ കുറേ ആളുകളൊക്കെ പരിക്കോടുകൂടിയും ഒക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കും. ചേട്ടൻ്റെ കുടുംബത്തിൽ 8 പേരെ കാണാനുണ്ട് അല്ലേ? ഒരു പേരെ ഇപ്പോൾ മിസ്സിംഗ് ആണ്. അതിൽ 2 പേരാണ് പോയത്. 2 ബോഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈ വിജയൻ്റെ മകൻ നിഖിൽ എന്ന് പറയുന്ന കുട്ടിയും കൂടി അതിൽ പെട്ടിട്ടുണ്ട്. 9 പേര് കിട്ടാനുണ്ട്. ഡോക്ടർ അരുൺ നമ്മളോടിപ്പോൾ സംസാരിച്ചത് ജയേഷാണ്. ജയേഷ് വെള്ളോർമല വില്ലേജിലാണ് ജയേഷ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇനിയിപ്പോൾ 9 പേരെയാണ് കാണാതായിരിക്കുന്നത്. 2 പേരുടെ മൃതദേഹം ഇവിടെ നിന്ന് കിട്ടി. ബാക്കിയുള്ളവർ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു കുടുംബത്തിലെ തന്നെ ഒട്ടനവധി ആളുകളെ കാണാതാകുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുഴയുടെ തീരത്തേക്ക്, അതായത് തീരം കഴിഞ്ഞ് ഉള്ളിലേക്കിരിക്കുന്ന 200 മീറ്ററൊക്കെ മാറിയിരിക്കുന്ന വീടുകൾ വരെ, ഇരുനില വീടുകൾ വരെ ഈ വെള്ളം ഒലിച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പുഴയിലേക്ക് ഈ ഉരുൾപൊട്ടലിനൊപ്പം വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ആ വീടുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാവരും ആ വെള്ളപ്പാച്ചിലിൽ പെട്ടുപോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തെരച്ചിൽ കുറച്ചുകൂടി തീവ്രമാക്കേണ്ട സാഹചര്യമുണ്ട് ഡോക്ടർ അരുൺ. കാരണം 200 വീടുകളെന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കിയാലും 500-ന് മുകളിൽ ആളുകളുണ്ട്. അതിൽ എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കണക്കില്ല. അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ചും ഒഡീഷയിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. അവരിൽ ചിലരെ നമ്മളിവിടെ കാണുകയും ചെയ്തിരുന്നു ഡോക്ടർ അരുൺ. അവർക്ക് പക്ഷേ ഒപ്പമുണ്ടായിരുന്നവർ അവർ കിടന്നുറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. ഒച്ച കേട്ടപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. മറ്റ് സുഹൃത്ത് മറ്റൊരു പാടിയിൽ കിടപ്പുണ്ടായിരുന്നു. പാടികളിൽ താമസിക്കുന്ന ആളുകളാണ്, തൊഴിലാളികളാണ്. അത് എത്ര പേരുണ്ട്, എത്ര പേർ അവരുടെ ജോലിക്കുണ്ടായിരുന്നു, അതിൻ്റെയൊന്നും കൃത്യമായ കണക്കില്ല. അവരിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അവരിൽ പലരും സുഹൃത്തുക്കളെയൊക്കെ തേടി ഇവിടെയൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞ് അത് ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും കൊണ്ടുപോയതിനു ശേഷം അപ്പുറത്തെ ഹാളിലേക്ക് മാറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റിടങ്ങളിൽ തെരഞ്ഞ് തങ്ങളുടെ ഉറ്റവരെ കാണാത്ത വിഷമവുമായാണ്. ഒരു കുടുംബത്തിലെയൊക്കെ 1-2
പേരെ മാത്രമാണ് കണ്ടുകിട്ടുന്നത്. വലിയ കുടുംബങ്ങളായി അടുത്തടുത്ത വീടുകളായൊക്കെ താമസിക്കുന്ന ആളുകളാണ്, ബന്ധുക്കൾ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ശരിക്കും അവരുടെയൊക്കെ ഒരു വിഷമം നിറഞ്ഞ ആ ഒരു നിമിഷത്തിലൂടെയാണ് നമുക്കിവിടെ ഓരോ നിമിഷവും ചെലവഴിക്കാൻ കഴിയുന്നത് ഡോക്ടർ അരുൺ.